അസ്സലാമു അലൈക്കും. മതപരമായ പല വിഷയങ്ങളും പറയുന്ന കൂട്ടത്തിൽ ഈ ഒരു വിഷയം പറയാതിരിക്കാൻ വയ്യ. ഇതെൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി, ഉമ്മമാർക്ക് വേണ്ടി, പെങ്ങന്മാർക്ക് വേണ്ടിയാണ്. ഇതെല്ലാവരും എല്ലാ സഹോദരിമാർക്കും വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ആ ഫോട്ടോ കണ്ടിട്ട് ഒരു സഹോദരിയുടെ ഫോട്ടോ ആണ്. ഒന്ന് നേരെയുള്ളതാണ്, മറ്റൊന്ന് കൊല്ലപ്പെട്ടത്. ആ കൊല്ലപ്പെട്ട സഹോദരി ഈ ഫോട്ടോയിൽ കാണുന്ന ഈ സഹോദരി തന്നെയാണ്. എന്താ വിഷയം എന്നറിയോ? കഴിഞ്ഞ വെള്ളിയാഴ്ച മിനിഞ്ഞാന്ന് നമ്മുടെ വീടുകളിൽ പലപ്പോഴും സാധനം വിൽക്കാൻ ആൾക്കാർ വരും. അത് കമ്പിളിപ്പുതപ്പോ അല്ലെങ്കിൽ മറ്റെന്തോ ആയിക്കോട്ടെ, ആക്രിക്കടയിലുള്ള മറ്റു സാധനങ്ങൾ, പഴയ സാധനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ വാങ്ങാനോ എന്തോ ആയിക്കോട്ടെ, അവർ വരുന്ന സമയം വെള്ളിയാഴ്ച ആയിരിക്കും അധികവും. അപ്പോൾ വെള്ളിയാഴ്ച വരുന്ന സമയത്ത് അധിക വീടുകളിലും സ്ത്രീകൾ മാത്രമായിരിക്കും. അവർക്കറിയാം എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സഹോദരിമാർ, ചിലപ്പോൾ സ്വർണ്ണമുള്ള ഉമ്മമാർ, സഹോദരിമാർ അതങ്ങനെ തന്നെ ഇട്ടിട്ടായിരിക്കും പോവാം. ഇപ്പോൾ പ്രത്യേകിച്ച് അറിയാലോ, സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയാണ്, തീയുടെ വിലയാണ്. തീ വിലയാണ് സ്വർണത്തിനൊക്കെ, പൊന്നിനൊക്കെ. ഈ കയറി വരുന്ന മനുഷ്യന്മാർ പലപ്പോഴും നല്ല തണ്ടും തടിയും ഉണ്ടാവും. പലപ്പോഴും വീട്ടിൽ ആൾക്കാർ വെള്ളിയാഴ്ച ആകുമ്പോൾ ജുമാ നിസ്കരിക്കാൻ പോയിട്ടുണ്ടാകും. ഈ വീട്ടിൽ ചിലപ്പം ഒരു സഹോദരി ഒറ്റക്കായിരിക്കും. ഒരു സഹോദരി ഒറ്റക്കാവുമ്പോൾ, ഒരു ഉമ്മ ഒറ്റക്കാവുമ്പോൾ സ്വാഭാവികം ഇവർക്ക് വളരെ നിസ്സാരമായി ഇവരെ കീഴ്പ്പെടുത്തി ആ സ്വർണത്തിന് വേണ്ടി എല്ലാവരും പരക്കമ്പായാണ്. പണത്തിന് വേണ്ടി, പലതിനും വേണ്ടി ആളെ കൊന്നിട്ടാലും വേണ്ടില്ല, എങ്ങനെയാണോ ഉണ്ടാക്കാൻ പറ്റുക അത് നോക്കിയിട്ട് പരക്കമ്പായാണ്. അപ്പോൾ ആ സമയത്ത് ഇവർ കയറി ആ ഉമ്മയെ പിടിച്ച് തള്ളിയിടുന്നു. അവിടെ കുക്കറിൻ്റെ ആ മൂടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തും, ചെവി മുറിച്ച് കൊണ്ടുപോകണം. സങ്കടമാണ് ഇത് കേൾക്കുമ്പോൾ. ഇത്തരം കാര്യങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാരും, എല്ലാ സഹോദരിമാരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാർ വന്നാൽ പരമാവധി ഡോറ് തുറന്നു കൊടുക്കാതിരിക്കുക. നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ പ്രത്യേകിച്ച് അവരെ സ്വീകരിക്കാതിരിക്കുക. സാധനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞവർ പറഞ്ഞയക്കുക. ഇതാണ് ഏറ്റവും സേഫ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖേദിച്ചിട്ട് വിഷമിച്ചിട്ട് യാതൊരു ഫലമുണ്ടാവില്ല. ഇത് കണ്ടപ്പോൾ ഉണർത്തി എന്ന് മാത്രം. ഏതായാലും നമ്മൾ ഓരോരുത്തരും ജാഗ്രതരായിരിക്കുക. പ്രത്യേകിച്ച് സഹോദരിമാർ, ഉമ്മമാർ, അവർ നല്ലവണ്ണം ശ്രദ്ധയോടെ ഇരിക്കേണ്ട ഒരു കാലമാണ് നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷൻ, ഒരു കാലഘട്ടം, ഈ ഒരു അവസരം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒന്ന് ഉണർത്തി എന്ന് മാത്രം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.